ഇടിഞ്ഞു വീണ കൊളത്തൂർ കാരാട്ടുപറമ്പ് മല വീണ്ടും ഉരുൾപൊട്ടൽ ഭീതിയിൽ. ഏതു നിമിഷവും അടർന്നു വീഴാറായ ഒന്നിലധികം വലിയ വിള്ളലുകളാണ് ഇപ്പോഴും മലയിലുള്ളത്. വിള്ളലുകൾക്ക് മുന്നിൽ ജീവൻ കയ്യിൽ പിടിച്ച് ഭീതിയോടെയാണ് താഴ്വാരത്തെ 50ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. പ്രദേശത്തെ കരിങ്കൽ കോറിയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊളത്തൂർ വടക്കേക്കുളമ്പ് കാരാട്ടുപറമ്പിൽ കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസമാണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് പാറക്കല്ലുകളും മണ്ണും മരങ്ങളും ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന 50ഓളം കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയായി ഇപ്പോഴും മലയിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടലിന് പിന്നാലെ മലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏത് നിമിഷവും അടർന്നു വീഴാറായ രീതിയിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ഞങ്ങൾ നേരെ താഴത്താണ് ഇതിൻ്റെ വീടുള്ളത്. അപ്പോൾ രാത്രി ഞായറാഴ്ച പുലർച്ചെയാണ് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് രാവിലെ നേരം വെളുത്തിട്ടാണ് വന്ന് നോക്കിയത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പൊട്ടി കിടക്കുകയായിരുന്നു. ഞാൻ ഇതിന് നേരെ താഴത്താണ് താമസിക്കുന്നത്. ഇവരെ വീടും അതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇത് കുറേ മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞതാണ് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ. അത് പൊട്ടണതിന് 2 ദിവസം മുന്നേ ഞങ്ങൾ കയറിയതാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞത്, അതൊന്നും സംഭവിക്കില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ റെഡ് അലേർട്ടുള്ള ടൈമിലും കൂടിയും പൊട്ടിച്ചിരുന്നു. എന്നിട്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴാണ് അവരത് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഇത് പൊട്ടിയപ്പോഴും അവരെന്താ പറയുന്നത് വെച്ചിട്ടാ റോഡ് ഒലിച്ച് പോകുന്നതാണ്, അങ്ങനെയൊക്കെയാണ് പറയണത്. പൊട്ടിപ്പോരുകയാണ് ചെയ്തത്. എന്താ സംഭവിച്ചത്? ഇത് വലിയൊരു ആപത്താണ്, വലിയൊരു പ്രശ്നമാണ്. ഇതിന് തൊട്ട് ഒരു 100 മീറ്റർ താഴെയാണ് എൻ്റെ തറവാട് വീട്. അവിടെ 90 വയസ്സോളം പ്രായമുണ്ട് ഉമ്മാക്ക്. ഞാൻ രാത്രിക്ക് മാറ്റി വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാങ്ങാപ്പുറത്തേക്ക് മാറ്റിയതാണ്. ഈ തറവാട് വീടിൻ്റെ 50 മീറ്റർ അകലെ വരെ കല്ലും മണ്ണും വന്ന് കിടക്കുകയാണ്. ഇത് ഇവിടുന്ന് ഇടിഞ്ഞ് ആ ചോലവെള്ളം ബ്ലോക്കായി ഈ തോട് ദിശ മാറി ആകെ 2-3 വീടുകളിലൊക്കെ ആകെ വെള്ളം കയറി. അതിലൊരു വീടാണ് ഇവരെ വീട്, എൻ്റെ തറവാട് വീട്. ഞങ്ങളുടെ ആവശ്യം ഈ കോറി ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതുപോലെ ഈ സംഗതി പ്രകൃതി കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടല്ലോ, എല്ലാവർക്കും അറിയണ വിഷയമാണ്. അതുകൊണ്ട് ഈ കോറി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളതിന് ശക്തമായിട്ട് എതിർക്കും. ഏത് അറ്റം വരെ പോകാൻ തയ്യാറാണ്. 2 മാസം മുൻപ് പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ച കരിങ്കൽ കോറിയുടെ പ്രവർത്തനമാണ് അപകടമുണ്ടാക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തുടക്കം മുതൽ കോറിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചിരുന്നെങ്കിലും അനുമതിയോടെയാണ് പ്രവർത്തനമെന്നായിരുന്നു വിവരം. മണ്ണിടിച്ചിലിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ലൈസൻസ് കാലാവധി കഴിഞ്ഞെന്ന് മനസ്സിലായതായി നാട്ടുകാർ പറയുന്നു. റെഡ് അലേർട്ട് ദിവസം പോലും കോറി പ്രവർത്തിച്ചിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾക്ക് ഈ കോറി നിർത്തലാക്കണം, ഇത് തുടരാൻ പറ്റൂല. അപ്പോൾ ഇത് നിർത്തണം തന്നെയാണ് പറയാനുള്ളത്. പഴയ പോലെ ആവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാകെ മല തന്നെയായിരുന്നു, റബ്ബറും ഇതൊക്കെ വെച്ചിട്ടുള്ള മല തന്നെയായിരുന്നു. അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണ് ഇപ്പോൾ കോറി തുടങ്ങിയിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ശനിയാഴ്ച ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര വലിയ ഇതിലായിട്ടുണ്ടായിരുന്നില്ല. ഞായറാഴ്ചയാണ് നല്ല സൗണ്ടും മണ്ണും ഇതൊക്കെ ഉണ്ടായത്. നിങ്ങൾ കേട്ടിരുന്നോ? ശബ്ദമൊക്കെ കേട്ടിരുന്നു? മണ്ണ് വന്നപ്പോഴാണ് ഞങ്ങൾ 2 പേര് ഇതിന്റെ തൊട്ടടുത്തുണ്ട്, ഓലൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വെള്ളം വരുന്ന സൗണ്ടാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടില് ആണ് ഇപ്പൊ ഈ സംഭവം. ഞങ്ങൾ ഇവിടുത്തെ അയൽവാസികളാണ്. പിന്നെ ഇവിടുന്ന് മണ്ണുതപ്പ് നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ കുത്തിയൊലിച്ച് വന്നിക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങളെ കുട്ടികളുണ്ട് ഇവിടെ അന്തിറങ്ങണം. ഒരു പണിക്ക് പോകാൻ തന്നെ പേടിയാണ്. മഴക്കാലായ ഞങ്ങൾക്ക് പേടിയാണ്, സമാധാനമില്ല. പിന്നെ തന്നെ ഇപ്പൊ വെള്ളം വന്ന് ചാറിന ചാട്ടം കണ്ടില്ല. ഈ വെള്ളമൊക്കെ ഇതിന്റെ അടിയിക്കാ പോവാണ്. ഇത് ഫുള്ളാണ്ട് തള്ളും. ഇത്രയുള്ളൂ പറയാൻ. അപകടഭീതി തുടരുന്നതിനാൽ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ്. പലരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം പ്രശ്നത്തിലിടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നും കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.